അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ പോവാം. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ KD ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിബഞ്ചറിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അപ്പം ഈ ഇൻട്രസ്റ്റ് പറയുന്നതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾക്ക് ഈ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താവും? ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. എന്താണ്? ടാക്സ് ബെനിഫിറ്റ്. ഓക്കെ, ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. അത് നമുക്ക് രണ്ട് സിറ്റുവേഷൻ വഴി നോക്കാം. അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് രണ്ട് ഫേം ഉണ്ട് നമ്മളെ കയ്യിൽ. ഫേം 1 ഉണ്ട്, ഫേം 2 ഉണ്ട്. ഓക്കെ, അപ്പം ഫേം 1 ഉണ്ടല്ലോ, ഇക്വിറ്റിയും ഡിബഞ്ചറും, ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഒരു ഫണ്ട് റേസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ഫേം 2 ഇക്വിറ്റി മാത്രം. അതിൻ്റെ ആ ഒരു ഇക്വിറ്റി മാത്രം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവണം, ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഡിബഞ്ചർ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇവർക്ക് എന്തുണ്ടാവില്ല? ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? നിങ്ങൾ EBIT കേട്ടിട്ടില്ലേ? എന്താണ്? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതവിടെ നമ്മൾ എന്തിട്ടില്ല, ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആർക്കും വീതിച്ചിട്ടില്ല. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല, ടാക്സ് കൊടുത്തിട്ടില്ല, ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ഫണ്ട് ഉണ്ടല്ലോ, ആ ഒരു പ്രോഫിറ്റ്, അതിനെ നമ്മൾ എന്തെന്ന് പറയാം? EBIT എന്ന് പറയാം. അതായത് നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ എന്ത് സൂചിപ്പിക്കുന്നത്? EBIT സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാം EBIT നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ്. ടാക്സ് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ പേ ചെയ്യുള്ളൂ. അതായത് ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നാൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് ശേഷം, ഓക്കെ, ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം എന്നാൽ ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് മുമ്പ്, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ടാക്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ EBIT ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കുറക്കും. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും? ഈ ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. ഓക്കെ, ഇവിടെ എന്ത് പോയി? ഇൻട്രസ്റ്റ് പോയി. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് കൊടുക്കും? ടാക്സ് കൊടുക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഓക്കെ, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വീതിക്കുക. നമ്മൾ ഫസ്റ്റ് ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതിനുശേഷമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. കാരണം എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫസ്റ്റ് കൊടുക്കാൻ കാരണം എന്താണ്? ഓർക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഓർക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അപ്പം ഈ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് സിറ്റുവേഷൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം രണ്ട് ഫേമിലും ഓരോ EBIT, ഓരോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 ആണെന്ന് വെക്കി. ഓക്കെ അല്ലേ? അപ്പം ഇവരെ ഇൻട്രസ്റ്റ്, ഇവിടെ ഡിബഞ്ചർ ഉള്ളത് കൊണ്ട് ഇവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 10% ആണ്. ഓക്കെ, ഇവിടെ എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഷെയർ മാത്രമാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവരെ ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ 1000ൻ്റെ 10% എത്രയാണ്? 100 അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തുന്നു? ഇവരെ ഇൻട്രസ്റ്റ് 100 കുറക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 900 കിട്ടും. 900 കിട്ടും. ഓക്കെ, 900 കിട്ടും. ഇവിടെ എന്തില്ല? ഇൻട്രസ്റ്റ് 10% ഞാൻ ജസ്റ്റ് എഴുതിയതാണ്, ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഇവരെ ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ 900 ആണ്. ഇവിടെ എന്താണ്? 1000 തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ EBIT ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് നെക്സ്റ്റ് നമ്മൾ എന്താ കുറക്കുക? ടാക്സ് ആണ്. സപ്പോസ് 20% എന്നാണ് വെക്ക്. ഓക്കെ അല്ലേ? അപ്പം ഈ 20% എല്ലാവർക്കും ബാധകമാണ്. അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട അല്ലേ? അപ്പം നമ്മൾ ഇനി ഈ ടാക്സ് എന്തിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? EBITൻ്റെ മുകളിലാണ്. അപ്പം 900ൻ്റെ 20% എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, ഇവരെ ടാക്സ് എന്ന് പറയുന്നത് 180 ആണ്. 1000ൻ്റെ 20% എത്ര? 200 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്ര കിട്ടും? 720 കിട്ടും. ഇവിടെ 800 കിട്ടും. റൈറ്റ്? ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ ടാക്സ് എത്രയാണ്? 180. ഇവരുടെ എത്രയാണ്? 200. ആർക്കാണ് കൂടുതൽ? ഇൻട്രസ്റ്റ് കൊടുക്കാത്ത, ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യാത്തവർക്കാണ് എന്ത് കൂടുതൽ? ടാക്സ് കൂടുതൽ. അപ്പോൾ അതിന് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ്. കാരണം നോക്കി, ഇവിടെ ഈ ഒരു 100 വന്നതുകൊണ്ടല്ലേ ഇവിടെ 900 ആയി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ 20% കണ്ടപ്പോൾ 180 ആയത്. ഇവിടെ ആ ഒരു 100 ഒന്നും വരാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഡയറക്റ്റ് EBIT 1000 ആയി. അതിൻ്റെ മുകളിൽ നമ്മൾ 20% കണ്ട് 200 കിട്ടി.
ഓക്കെ, അപ്പം ഇവിടെ ഈ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഫാക്ടർ വന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ടാക്സിലൊരു ഡിഡക്ഷൻ കിട്ടിയത്. അതായത് ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ബെനിഫിറ്റ് കിട്ടും എന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഡിബഞ്ചറിലോട്ടൊന്നുകൂടെ പോവാം. ഡിബഞ്ചർ എന്ന് വെച്ചാൽ എന്താ? കടപ്പത്രം എന്നാണ്. അപ്പോൾ സപ്പോസ് ഇതൊരു ഡിബഞ്ചറായിട്ട് കണക്കാക്കിട്ടോ. ഓക്കെ, അപ്പം ഡിബഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കടപ്പത്രമാണ്. ഇത് നമ്മൾ എന്താണ്? പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഈ ഒരു പേപ്പർ ഇതിൽ എന്തുണ്ടാവും? പല ഫാക്ടേഴ്സും എഴുതി ഒപ്പിട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു നമ്മളെ കടപ്പത്രം എന്ത് ചെയ്യും? നമ്മൾ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഡിബഞ്ചർ അല്ലെങ്കിൽ കടപ്പത്രം നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യും. ആ സമയത്ത് അവരിൽ നിന്ന് നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്യും. ഈ പേപ്പർ കൊടുക്കുന്നതിന്, ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത് വെറും പേപ്പറല്ല കേട്ടോ, ലീഗലായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. ആ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരിൽ നിന്ന് എന്ത് ചെയ്യും? എമൗണ്ട് റിസീവ് ചെയ്യും. അപ്പം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടാണ് എമൗണ്ട് കിട്ടാൻ ആലോചിക്കുക. ഓക്കെ, ഇതിനി നമ്മളൊരു ടൈം പീരീഡൊക്കെ ഉണ്ടാവും. ഇപ്പം 10 ഇയേഴ്സിലോട്ടൊക്കെ ആവും ചിലപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ 10 ഇയേഴ്സ് കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചു കൊടുക്കണ്ടേ? ആ ഒരു എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പം അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? റിഡംഷൻ എന്ന് പറയുക. അപ്പം റിഡീം ചെയ്യുന്ന സമയത്ത്, റിഡംഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എമൗണ്ട് അങ്ങോട്ടാണ് കൊടുക്കുക. അപ്പം ഈ ഒരു ഏരോ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, നമ്മളെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് ഇങ്ങോട്ടാണ് റിസീവ് ചെയ്യുക, നമ്മളെ കമ്പനിയിലോട്ടാണ് റിസീവ് ചെയ്യുക. റിഡീം ചെയ്യുന്ന സമയത്ത്, ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് അത് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം ആ ഒരു എമൗണ്ട്. ഓക്കെ അല്ലേ? പിന്നൊരു കാര്യം നോക്കേണ്ടത്, ഈ ഡിബഞ്ചർ തന്നെ റെഡീമബിൾ ഡിബഞ്ചറുണ്ട്, ഇറെഡീമബിൾ ഡിബഞ്ചറുണ്ട്. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം പീരീഡ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് തരാമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന, റെഡീം ചെയ്യാൻ പറ്റുന്ന, അങ്ങനത്തെ തന്നെയാണ് നമ്മൾ റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയാം. റെഡീം ചെയ്യാൻ പറ്റാത്ത, അതായത് ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്യാത്ത ഡിബഞ്ചറിനെ നമ്മൾ ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടാവും. അതപ്പോൾ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ഇനി നമ്മൾ കിടക്കുന്നത് കെ ഡിയുടെ ഇക്വേഷനിലോട്ടാണ്. കെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ. അതിൻ്റെ ഇക്വേഷനിലോട്ട് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ തുടങ്ങേണ്ടത് ഇതിൻ്റെ റിട്ടേൺ, ഇതിൻ്റെ കോസ്റ്റ് എന്താണോ ആദ്യമെന്നാണ്. ഓക്കെ, കെ ഡി ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് അല്ലേ? അപ്പം ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത്, അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് അവിടെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 - ടാക്സ് ചെയ്യണം. അത് മറക്കരുത്. ഇൻട്രസ്റ്റ് എവിടെ തന്നാലും നമ്മളവിടെ ചെയ്യണം. ടാക്സ് ബെനിഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് 1 - ടാക്സ് ചെയ്യണം. ഓക്കെ അല്ലേ? 1 - ടാക്സ് ചെയ്തേ പറ്റൂ. ഇനി പ്ലസ് ഓർ മൈനസ് എന്ന് കണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഒരു കടപ്പത്രം അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയത് 100 രൂപയാണ്. ഞാൻ പറഞ്ഞു ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടാണ് എമൗണ്ട് കിട്ടുക. അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, എന്നാൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത്, തിരിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് 110 രൂപയാണ്. ഓക്കെ, 110 രൂപയാണ്. അതായത് നമ്മൾ 10 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മളെ കമ്പനിയെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ് അല്ലേ? എക്സ്പെൻസ് ആണ്. അപ്പം നമ്മൾ ആ എക്സ്പെൻസിനെ നമ്മൾ ഈ കോസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു എക്സ്ട്രാ വരുന്ന ഒരു എമൗണ്ട് നമ്മളെ കോസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളെ റിഡംഷൻ പ്രൈസ് കൂടുന്ന സമയത്താണ് നമ്മൾ ഈ ആഡ് എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുക. അത് രണ്ടും ഒപ്പം ഉപയോഗിക്കില്ല. ഓക്കെ, ഏതെങ്കിലും ഒന്നാണ് ഒരു സമയത്ത് ഉപയോഗിക്കുള്ളൂ. അപ്പം ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് തന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഏതെടുക്കും? പ്ലസ് എടുക്കും. ഇനി നമുക്ക് മൈനസ് വരുന്നൊരു സിറ്റുവേഷൻ നോക്കാം. നെക്സ്റ്റ് സിറ്റുവേഷനിൽ നമ്മളെ ഇഷ്യൂ പ്രൈസ് 120 ആണ്, എന്നാൽ റിഡംഷൻ പ്രൈസ് 100 ആണ്. അതായത് ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങോട്ട് വരുന്ന എമൗണ്ട് 120 രൂപയായിരുന്നു. എന്നാൽ നമ്മൾ തിരിച്ച് കൊടുക്കുന്നത്, റിഡീം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് 100 രൂപയാണ്. അതായത് 20 രൂപ നമുക്ക് ഇവിടെ എന്താണ്? ഒരു ഗെയിനായിട്ട് നിൽക്കല്ലേ? ഗെയിനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ് ആ ഗെയിനെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കോസ്റ്റ് കുറയല്ലേ നമ്മളെ കയ്യിൽ ഗെയിൻ ഉണ്ടാകുമ്പം, അപ്പോൾ ആ ഒരു കുറക്കുന്ന എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ മൈനസ് വരിക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷനിൽ നമുക്ക് ആഡ് തന്നെ ആകും വരിക. നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ആണ് റിഡംഷൻ പ്രൈസിൽ നിന്ന് ഇഷ്യൂ പ്രൈസ് കുറച്ചിട്ട്, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പം റിഡംഷൻ പ്രൈസ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്ക്. റിഡംഷൻ പ്രൈസ് എത്രയായിരുന്നു? 110 ആണ്. അതിൽ നിന്ന് നമ്മൾ ഇഷ്യൂ പ്രൈസ് കുറക്കും. ഓക്കെ, അങ്ങോട്ടാ കിട്ടുന്ന ഒരു എക്സ്ട്രാ 10 ഉണ്ടല്ലോ,
ആ ഒരു 10നെ ഡിവൈഡഡ് ബൈ എന്തിനെ കൊണ്ട് ചെയ്യും, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ 10 വർഷത്തേക്കാണ് നമ്മൾ ഈ കടപ്പത്രം ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 10 ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പം നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടുമല്ലോ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഇക്വേഷൻ്റെ ഒരു ഇതാണ്, പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഒന്നുമില്ല. എന്താണ്, റിഡംഷൻ പ്രൈസിൽ നിന്നും ഇഷ്യൂ പ്രൈസ് കുറച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഹോൾ ഡിവൈഡഡ് ബൈ നമ്മൾ ആവറേജ് എടുക്കണം. അപ്പോൾ ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിഡംഷൻ പ്രൈസിൻ്റെ കൂടെ ഇഷ്യൂ പ്രൈസ് കൂട്ടിയിട്ട് ബൈ 2 ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് പെർസെൻറ്റേജിലല്ലേ വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇൻറ്റു 100 ചെയ്യും. ഇങ്ങനെയാണ് കെ ഡിയുടെ ഇക്വേഷൻ. ഇത് നമ്മൾ കാണാതെ തന്നെ പഠിക്കണം. പിന്നെ നോക്കേണ്ടതാണ് ഈ ഡിബഞ്ചർ. നമ്മൾ പറഞ്ഞു റെഡീമബിളും ഉണ്ട്, ഇറഡീമബിളും ഉണ്ട്. ഇറഡീമബിളിൻ്റെ മറ്റൊരു പേരാണ് പെർപെക്ച്വൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റെഡീമബിളിൻ്റെ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതാ നമ്മൾ മോസ്റ്റ് ഓഫ് സിറ്റുവേഷനിൽ എന്താണ്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നാലാണ് അത് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് തരാത്തതിനെ നമ്മൾ എന്തായിട്ട് കാണണം, ഇറഡീമബിൾ അല്ലെങ്കിൽ പെർപെക്ച്വലായിട്ട് കാണണം. ആ സമയത്ത് എന്താണ് നമ്മളെ കെ ഡിയുടെ ഇക്വേഷൻ, അതായത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടാക്സ് ബെനിഫിറ്റ് കാണിക്കണം, 1 - ടാക്സ് ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസിൻ്റെ മറ്റൊരു പേരാണ് നെറ്റ് പ്രൊസീഡിംഗ് എന്ന് പറയും. എന്താണ്, NP എന്ന് പറയും. ഓക്കെ, നെറ്റ് പ്രൊസീഡിംഗ് എന്നും പറയും. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിലൊക്കെ വേണമെങ്കിൽ NP എന്നായിരിക്കും കാണിക്കുക, നെറ്റ് പ്രൊസീഡിംഗ്. ഇൻറ്റു 100 നമ്മൾ പെർസെൻറ്റേജിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100 ചെയ്യും. ഓക്കെ അല്ലേ.